കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഞാനിപ്പോൾ എടുത്ത് വെച്ചതാണ് കേട്ടോ. അതെൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ പോയി, അതെനിക്കറിയില്ല. നമ്മൾ അത് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇവിടെ ഇങ്ങനെ സാധാ ഗ്ലൂ ആയിട്ട് തേക്കരുത്. അത് ഭയങ്കര എന്താ പറയുക, ഒട്ടൽ തോന്നും, ഭയങ്കരമായിട്ട് തോന്നും. സോ ഇത്തിരി വാട്ടർ മിക്സ് ചെയ്തിട്ട് നമ്മളത് ചെയ്യാറുള്ളൂ. ഇതൊക്കെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ആ ഒരു പാർട്ടിലും പറഞ്ഞത്. അതിപ്പോൾ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ട് ഞാൻ ഡ്രാഫ്റ്റ് ആക്കി, എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, അതിടാൻ കിട്ടുന്നില്ല. എന്തായാലും ഇനി നമുക്ക് സമയമില്ല, പെട്ടെന്ന് ഇത് ചെയ്യാം. ഡ്രൈ ആകാൻ സമയം എന്തായാലും നന്നായിട്ട്. പൗഡർ ഒന്നും ഇട്ടിട്ട് ഡ്രൈ ആക്കാൻ ആരും നോക്കരുത്. എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, എന്നെക്കാട്ടിലും എനിക്കറിയാം. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്ട്രക്ഷൻസ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതി വേണമല്ലോ ഞാൻ പറയാം, അത്രേ ഉള്ളൂ. എനിക്ക് കിട്ടി, നന്നായിട്ട് കിട്ടി കണ്ടോ. ഇത് നമുക്ക് ഈ ബോർഡർ മാത്രം ഒന്ന് ആക്കി കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടോ. കണ്ടോ, തിക്കി ആയിട്ട് കണ്ടില്ലേ, തിക്കാണ്. ഓ മൈ ഗോഡ്, കാണിച്ചു തരാം. നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കണ്ടോ, നമ്മൾ തേച്ച ഭാഗം നന്നായിട്ട് ഡ്രൈ ആയത് കണ്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. ഇനി ഈ ഭാഗം ഉണങ്ങിയിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പാടില്ല കേട്ടോ. ഇരിക്കട്ടെ. ഇവിടെ ഈ ഒരു ഷീറ്റ് വിരിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്താലും താഴെയാവില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാർട്ടോ, എന്തെങ്കിലും ഒരു പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വിരിച്ചിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ബിക്കോസ് അവിടെ പെയിൻ്റ് ആയാൽ പിന്നെ വീട്ടിൽ നിന്ന് വഴക്കിട്ട് എൻ്റെ പേര് പറഞ്ഞേക്കരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടിഷ്യൂ പേപ്പർ നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. കണ്ടില്ലേ, ഇവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കേ, സക്സസ് ഗൈസ്. ഇവിടെ നല്ല തിക്നെസ് തോന്നുന്നുണ്ട്. അടുത്ത അവിടെ ഇരിക്കടാ കുട്ടാ. ഇതുണ്ടല്ലോ തിക്ക് മാഗ്നറ്റിക് ആവുന്ന പോലെ ഇരിക്കുന്നത്. അതെന്താടാ അങ്ങനെ?